യക്ഷഗാന കലാരംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കി ഉപ്പള ബായാറിലെ രമേശ് ഷെട്ടി. ഇതിനോടകം ആയിരക്കണക്കിന് വേദികൾ കീഴടക്കി ഈ കലാകാരൻ അനേകം ശിഷ്യഗണങ്ങളുടെ ആദരണീയനായ ഗുരുനാഥൻ കൂടിയാണ്. This news sponsored by മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ AC മൾട്ടി ഫംഗ്ഷൻ ഹാൾ ഫെറോ മൾട്ടി ഫംഗ്ഷൻ ഹാൾ, ജനപ്രിയ നയാ ബസാർ, ഉപ്പള, കാസർഗോഡ്. ഭാരതത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ യക്ഷഗാനം അവതരിപ്പിച്ച് ആസ്വാദകരുടെ മനം കീഴടക്കിയ അതുല്യ കലാകാരനാണ് രമേശ് ഷെട്ടി ബായർ. കലാരംഗത്ത് പിന്നിട്ട വഴികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിറഞ്ഞ ചാരിതാർത്ഥ്യമുണ്ടെന്നാണ് ചെറുപുഞ്ചിരിയോടെയുള്ള ഇദ്ദേഹത്തിന്റെ മറുപടി. 1977 മുതൽ യക്ഷഗാന കലാരംഗത്തെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. ഉപാസിക്കുന്ന കലാരൂപത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം മൂലം യക്ഷഗാന ക്ഷേത്രമെന്നാണ് ഇദ്ദേഹം തന്റെ വീടിന് പോലും പേരിട്ടിരിക്കുന്നത്. പിതാവ് ഐത്തപ്പ ഷെട്ടി പൈവളികയിൽ നിന്നാണ് യക്ഷഗാനത്തിന്റെ ബാലപാഠങ്ങളും അടിസ്ഥാന പാഠങ്ങളുമെല്ലാം രമേശ് സ്വായത്തമാക്കിയത്. ഇന്നിപ്പോൾ നൂറുകണക്കിന് ശിഷ്യഗണങ്ങളുടെ സമാദരണീയനായ ഗുരുനാഥൻ കൂടിയാണ് ഇദ്ദേഹം. സ്വന്തം വീട് തന്നെ പാഠശാലയാക്കിയാണ് ഈ കലാകാരൻ യക്ഷഗാനത്തിലെ അറിവും അനുഭവങ്ങളുമെല്ലാം പിന്മുറക്കാരായ പുതിയ തലമുറകളിലേക്ക് പകർന്നു നൽകുന്നത്. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ രഘുനാഥ ഷെട്ടിയും യക്ഷഗാന കലാകാരൻ തന്നെയാണ്. യക്ഷഗാന കുലപതിയായ കുമ്പളയിലെ പാർത്ഥസുബ്ബയിലൂടെയാണ് തന്റെ പിതാവ് ഈ രംഗത്തേക്ക് എത്തിയതെന്നാണ് രമേശ് ഷെട്ടി പറയുന്നത്. യക്ഷഗാന കലാരൂപത്തെ പ്രൊഫഷണലായി വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കലാകാരൻ കൂടിയാണ് രമേശ്. രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാണ ഇതിഹാസ കഥകളാണ് പ്രധാനമായും അവതരിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബം തന്നെ ഫുള്ള് യക്ഷഗാനത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചവർ. അങ്ങനെ കൊണ്ട് നമുക്ക് എല്ലാവരും യക്ഷഗാനത്തിൻ്റെ ആ ഒരു രക്തത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യക്ഷഗാനത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ യക്ഷഗാനത്തിൻ്റെ എത്ര ഇതുണ്ട്, കോസ്റ്റ്യൂം, മേക്കപ്പ്, പിന്നെ ചെണ്ട, മദ്ദള, ഭാഗവതിക, പിന്നെ പഠിപ്പിക്കുന്ന നാട്യാഭ്യാസ, അത് ഞാൻ ഈ 1957 ഇത് പ്രാരംഭിച്ചത്. അത് ഈട് തന്നെ നമ്മളെ ബായാറിൽ. അതിന് പിന്നെ നമുക്ക് അതിൻ്റെ ഇത് വന്ന് പിന്നെ വേറെ വേറെ പോയി കാട്ടിപ്പള്ള, ബലിപ്പദവും, പിന്നെ ദളിവുക്കു, കൂട്ടപദവും അത് വലിയ ഒരു യക്ഷഗാനത്തിൻ്റെ ക്ഷേത്രം. അത് കുരിയ വിട്ടൽ ശാസ്ത്രി സംസ്ഥാനം. അതിനിപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടുണ്ട്. പണ്ടുകാലങ്ങളിൽ പുഴകളിൽ നിന്നും തോടുകളിൽ നിന്നും ശേഖരിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ചാണ് യക്ഷഗാനത്തിന് ആവശ്യമായ ചായക്കൂട്ടുകൾ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് പ്രകൃതിദത്തമായ രീതിയിൽ തന്നെ ആവശ്യാനുസരണമുള്ള നിറങ്ങൾ യഥേഷ്ടം ലഭിക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പറയുന്നു. കഥാപാത്രത്തിനനുസരിച്ച് 12 മുതൽ 14 വരെ കലാകാരന്മാരാണ് യക്ഷഗാന കലാപരിപാടി അവതരിപ്പിക്കാറുള്ളത്. പണ്ടുകാലങ്ങളിൽ ഈ കലാരൂപം മണിക്കൂറുകളോളം നീണ്ടുനിന്നിരുന്നു. എന്നാൽ ഇന്ന് കഥ ചുരുക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യക്ഷഗാനത്തെ ജീവിതവും ജീവനും തന്നെയായി കൊണ്ടു നടക്കുന്ന രമേശ് ഷെട്ടിക്ക് ഒട്ടേറെ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇക്കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും മികച്ച യക്ഷഗാന കലാകാരനുള്ള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ഏറ്റുവാങ്ങിയതിന്റെ അഭിമാന നിറവിലും നിലവിലുമാണ് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, ഉപ്പള.